ജർമ്മനിയിൽ വന്ന സ്പോട്ടിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സിം എടുക്കുക എന്നുള്ളതാണ്. O2, ആൽദി ടോക്ക്, വോഡഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സിം എടുക്കുക. നിങ്ങളുടെ അക്കോമഡേഷൻ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ചെയ്യാനുള്ളത് നിങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. ഡോയ്ഷെ ബാങ്ക്, കൊമേഴ്സ് ബാങ്ക്, അതുപോലെ തന്നെ സ്പാർക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാങ്കുകളുണ്ട്. നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ജർമ്മനിയിൽ ഇഷ്ടം പോലെ ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് പബ്ലിക്കും അതുപോലെ തന്നെ പ്രൈവറ്റും ഇൻഷുറൻസുകളുണ്ട്. AOK, TK എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ എന്തായാലും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ജർമ്മനിയിൽ വളരെ എഫിഷ്യൻ്റ് ആണല്ലോ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് ഡോയ്ഷെ ലാൻഡ് ടിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യുക. അതുപോലെ തന്നെ അത് എടുക്കാനുള്ള ആപ്പുകളും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.